അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2027 സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന $1.5 ട്രില്യൺ പടുകൂറ്റൻ പ്രതിരോധ ബജറ്റ് ആഗോളതലത്തിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രതിദിനം $2 ബില്യൺ ചെലവാകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഈ സൈനിക നിക്ഷേപത്തിന് ട്രംപ് ഒരുങ്ങുന്നത്. എന്നാൽ ഈ നീക്കം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് 3ാം ലോക മഹായുദ്ധത്തിന് വിനാശകരമായ തുടക്കമാണോ എന്ന ഭീതി ലോകമെമ്പാടും പടർത്തുകയാണ്. പ്രത്യേകിച്ചും ഇറാൻ വിഷയത്തിൽ റഷ്യയുടെ ശക്തമായ കടന്നുവരവ് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നു. റഷ്യ ഈ യുദ്ധത്തിലേക്ക് നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്നത് അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിച്ചിരിക്കുകയാണ്. ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകി ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യൻ നിലപാട് സംഘർഷത്തെ ഒരു ആഗോള യുദ്ധമാക്കി മാറ്റിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര മേഖലയിൽ നിന്നും $73 ബില്യൺ വെട്ടിക്കുറച്ച് പ്രതിരോധത്തിലേക്ക് മാറ്റുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും റഷ്യയുടെ ഭീഷണി തടയാൻ ഇത് അനിവാര്യമാണ് എന്നാണ് ട്രംപ് ഭരണകൂടം വാദിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ആധിപത്യവും ഊർജ്ജ വിതരണ ശൃംഖലയുടെ സംരക്ഷണവും തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അമേരിക്ക ആവർത്തിക്കുന്നു. എങ്കിലും $39 ട്രില്യൺ കടബാധ്യതയുള്ള അമേരിക്കയെ ഈ യുദ്ധ ചെലവുകൾ കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് പകരം യുദ്ധത്തിനായിട്ട് ട്രില്യൺ കണക്കിന് ഡോളർ നീക്കിവെക്കുന്നത് ഭാവി തലമുറയെ കടക്കണിയിലാക്കും. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. റഷ്യയുടെ യുദ്ധരംഗത്തെ സജീവ സാന്നിധ്യവും ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നീക്കങ്ങളും കൂടി ചേരുമ്പോൾ ലോകം മറ്റൊരു വൻ യുദ്ധത്തിന്റെ വക്കിലാണ് എന്ന് വ്യക്തമാകുന്നു. ലോകത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഈ രാഷ്ട്രീയ തീരുമാനം അമേരിക്ക ആഭ്യന്തരമായിട്ടും ആഗോളമായിട്ടും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. മാത്രമല്ല, യുദ്ധക്കൊതി മൂത്ത ഭരണകൂടം ലോകത്തെ വീണ്ടും ഒരു മഹാവിപത്തിലേക്ക് തള്ളിവിടുകയാണ്. 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശം കേവലം ഒരു കണക്ക് പുസ്തകമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്കും സ്വന്തം ജനതയ്ക്കും നേരെ അമേരിക്ക തൊടുത്തുവിടുന്ന വെല്ലുവിളിയാണ്. ഇറാനുമായുള്ള യുദ്ധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് വീരവാദം മുഴക്കിയ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ആ യുദ്ധത്തിന്റെ മറവിൽ $1.5 ട്രില്യൺ ബൃഹത്തായ സൈനിക ചെലവാണ് ലക്ഷ്യമിടുന്നത്. ഇറാനെ പോലെ പ്രതിരോധ ശേഷിയുള്ള രാജ്യത്തെ തകർക്കുവാൻ സാധിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ തന്നെ ആയുധ കച്ചവടക്കാരുടെ ലാഭത്തിനു വേണ്ടി ലോകസമാധാനം തകർക്കാൻ അമേരിക്ക മടിക്കുന്നില്ല. ഇറാന്റെ കരുത്തിന് മുന്നിൽ പതറുന്ന അമേരിക്ക തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ കൂടുതൽ സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് കൂടി പണം ചെലവാക്കാൻ ഒരുങ്ങുകയാണ്. മുൻ വർഷത്തേക്കാൾ 40% പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുമ്പോഴും അമേരിക്കൻ ഭരണകൂടം മറന്നുപോകുന്നത് രാജ്യത്തെ പട്ടിണി പാവങ്ങളെയാണ്. ഗോൾഡൻ ഡോം പോലെയുള്ള ആഡംബര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കായിട്ട് കോടികൾ ചെലവാക്കുമ്പോൾ ആഭ്യന്തരമായിട്ട് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഭരണകൂടം ബോധപൂർവ്വം അവഗണിക്കുന്നു. പുറമേ കാണിക്കുന്ന ഈ സൈനിക പ്രതാപം ആന്തരികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അവസാന ശ്രമം മാത്രമാണ്. അതിക്രൂരമായ നീക്കത്തിലൂടെ പ്രതിരോധ ചെലവുകളെ 10% വെട്ടിക്കുറയ്ക്കാനാണ് അമേരിക്കൻ പദ്ധതി. അതായത് $73 ബില്യൺ കുറവ്. പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തെയും സാമൂഹ്യ സേവനത്തെയും ബാധിക്കുന്ന ഈ തീരുമാനം അമേരിക്കയുടെ മനുഷ്യവിരുദ്ധ മുഖം വെളിപ്പെടുത്തുന്നു. സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമാക്കിക്കൊണ്ട് യുദ്ധത്തിന് പണം കണ്ടെത്തുന്നത് ഒരു പരിഷ്കൃത രാജ്യത്തിന് ചേർന്ന സ്വഭാവമല്ല. താഴ്ന്ന വരുമാനക്കാർക്ക് ശൈത്യകാലത്ത് ആശ്വാസമാക്കേണ്ട ഊർജ്ജ സഹായ പദ്ധതികളെ പോലും കമ്മ്യൂണിറ്റി ഗ്രാന്റുകളും നിർത്തലാക്കുന്നതിലൂടെ ദരിദ്രരോടുള്ള അമേരിക്കയുടെ അവജ്ഞത പ്രകടമാകുന്നു. ഉണർന്നു എന്ന് പരിഹസിച്ചുകൊണ്ട് ജനക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കുന്ന ഭരണകൂടം വാഷിംഗ്ടൺ DC-യിലെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി $10 ബില്യൺ മാറ്റിവെക്കുന്നത് തികഞ്ഞ വൈരുദ്ധ്യമാണ്. ദരിദ്രർക്ക് വീടില്ലാത്തപ്പോൾ അധികാരികൾക്ക് കൊട്ടാരങ്ങൾ മോടിപിടിപ്പിക്കാനാണ് താല്പര്യം. കാലാവസ്ഥ വ്യതിയാനം ലോകത്തെ വിഴുങ്ങുമ്പോഴും അതിനുള്ള ഗവേഷണ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ പകുതി ഫണ്ടും ഇല്ലാതാക്കുന്നതിലൂടെ ഭൂമിയുടെ നിലനിൽപ്പിനേക്കാൾ പ്രാധാന്യം തങ്ങളുടെ യുദ്ധസന്നാഹങ്ങൾക്കാണെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. പ്രകൃതിയോടും വരും തലമുറയോടും അമേരിക്ക കാട്ടുന്ന ഈ ക്രൂരതയ്ക്ക് ലോകം തന്നെ വലിയ വില നൽകേണ്ടി വരും.